നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൈപ്പയ്ക്കയാണ്. കുക്കുർബിറ്റേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൊമോർഡിക്ക ചെറാൻഡ്രിയ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ കാരവേലകം എന്നാണ് പറയപ്പെടുന്നത്. പച്ചക്കറിയിലും ഔഷധക്കൂട്ടുകളിലും കയ്പുരസം നൽകുന്ന ഈ കൈപ്പയ്ക്ക നിരവധി ഔഷധമൂല്യമുള്ള ഒരു പച്ചക്കറിയാണ്. കൈപ്പയ്ക്ക, കയ്പ, പാവയ്ക്ക എന്നൊക്കെയാണ് സാധാരണ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഏകദേശം 5 മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഇതിന് പൂക്കൾ ആൺപൂവും പെൺപൂവും വെവ്വേറെയാണ് കാണപ്പെടുന്നത്. മങ്ങിയ നിറമാണ് പൂക്കൾക്കുള്ളത്. ഇതിൻ്റെ ഫലം നമുക്കേവർക്കും സുപരിചിതമായ കൈപ്പയ്ക്കയാണ്. പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഉപരിതലം മുള്ളുകൾ പോലെ കൂർത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉൾവശം വളരെ മാർദ്ദവമാർന്ന പഞ്ഞി പോലെ വെളുത്തു നിറത്തിലാണ് കാണപ്പെടുന്നത്. നിരവധി വിത്തുകളാണ് കൈപ്പയ്ക്കയുടെ ഉള്ളിലുണ്ടാവുക. അത് പഴുത്തു കഴിഞ്ഞാൽ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. കൈപ്പയ്ക്ക പ്രധാനമായും 2 ഇനങ്ങളിലാണ് കാണപ്പെടുന്നത്: കാരവേലകമെന്നും കാരവല്ലിയെന്നും. കാരവേലകം അധികം കയ്പില്ലാതെ വെള്ളരിക്കയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ കാരവല്ലിക്കാകട്ടെ വളരെ കയ്പ് നിറവും അണ്ഡാകൃതിയിലുമാണ് ഉണ്ടാവുക. ഈ കാരവല്ലിയെ കാട്ടുപാവൽ എന്നും പറയാറുണ്ട്. കയ്പയെ ബാധിക്കുന്ന അസുഖങ്ങളിൽ പ്രധാനമാണ് മൊസൈക്ക് അസുഖം. അതിൽ ഈ കൈപ്പയ്ക്കയുടെ ഇലയുടെ വേരിന് പച്ചനിറം മാറി മഞ്ഞ നിറമാവുകയും ക്രമേണ അത് മുരടിച്ചു പോവുകയും ചെയ്യും. കുമിൾ രോഗങ്ങളും കൈപ്പയ്ക്കയെ ബാധിക്കുന്നതാണ്. കൈപ്പയ്ക്ക വൈറ്റമിൻ സി, ധാതുലവണങ്ങൾ, മാംസ്യം എന്നിവയുടെ കലവറയാണ്. വേര്, ഇല, പൂവ് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. വായ്പുണ്ണ് അകറ്റുവാനും അതേപോലെ ചൊറി, ചിരങ്ങ്, വ്രണങ്ങൾ എന്നിവയ്ക്കൊക്കെ ശമിപ്പിക്കുവാനും കൈപ്പയ്ക്ക ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കയ്പ്പയ്ക്ക നമ്മൾ ഏറ്റവും നേരത്തെ പോലെ ഉപ്പേരിക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ പല ആൾക്കാർക്കും അത് ഇഷ്ടമല്ല. അതിൻ്റെ കയ്പ്പ് പല ആൾക്കാർക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ ഇത് ഈ പ്രമേഹ രോഗികൾക്ക് ദിവസേന ഒരു ഗ്ലാസ് കയ്പ്പയ്ക്ക നീര് കൊടുത്താൽ പ്രമേഹം നല്ലപോലെ കുറയും. മാത്രമല്ല ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ഈ കയ്പ്പയ്ക്കയുടെ നീര് ഒരു അര ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും. ഇതിൻ്റെ ഈ ഇല ഈ നീരെടുത്തിട്ട് അല്ലെങ്കിൽ അതിനകത്ത് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുലുക്കു കഴിഞ്ഞാൽ വായിലുണ്ടാകുന്ന മുറി മാറും. പിന്നെ ഈ ത്വക്ക് രോഗത്തിന് വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ ഈ വള്ളി എടുത്തിട്ട് ചതച്ചിട്ട് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ചൊറി മാറും. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് മേലെ കഴുകി കളഞ്ഞാലും ഈ ചൊറി മാറും. ഇങ്ങനെ കയ്പ്പയ്ക്ക് വളരെയധികം ഔഷധ ഫലമുള്ളതാണ്. അത് ദിവസേന കയ്പ്പയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതുമാണ്, നല്ല പോഷകമാണ്. രക്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കയ്പ്പയ്ക്ക.